ഗ്രേസ് വോയിസ് സ്റ്റുഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി റെജിൻ രാജു അച്ഛനാണ്. അച്ഛൻ സെയിൻറ്റ് പോൾസ് മാർത്തോമ ചർച്ച് ഡാലസ് ഇടവകയുടെ വികാരിയാണ്. അച്ഛ സ്വാഗതം. നമസ്കാരം. അച്ഛ, ഞാൻ ഈ എപ്പിസോഡിന് ഷെപ്പേർഡ് ഡയറി എന്നാണ് ഞാൻ പേര് നൽകിയിരിക്കുന്നത്. ഫുൾ ടൈം മിനിസ്ട്രിയിൽ ഉള്ള അച്ഛന്മാരും മറ്റ് ആത്മീയ നേതാക്കളെയും ജീവിതയാത്ര, അവരുടെ ആത്മീയ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പരയാണിത്. അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഗസ്റ്റ്. ഈ പ്രോഗ്രാമിനെ അച്ഛന് എങ്ങനെ കാണുന്നു? വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു ക്ഷണം ലഭിച്ചതിൽ. നിങ്ങളോട് എല്ലാവരോടും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അങ്കിളിനോട് സംവദിക്കാൻ ലഭിച്ച ഒരു വലിയ അവസരം, അത് ഏറ്റവും സന്തോഷകരമായിട്ട് കരുതുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. കാരണം എങ്ങനെയാണ് ഒരു ശുശ്രൂഷകൻ ജീവിക്കുന്നത്, എങ്ങനെയാണ് ഒരു ശുശ്രൂഷകൻ രൂപപ്പെടുന്നത്, അത് അറിയുന്നത് ആളുകൾക്ക് വലിയ പ്രചോദനമാകും, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതം നയിക്കുന്നതായിട്ടുള്ള ആളുകൾ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദികൻ വരുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെ ഒരാൾ രൂപപ്പെട്ടു വരുന്നു, എങ്ങനെയാണ് ആ ജീവിതം നയിക്കുന്നതെന്ന് അറിയാൻ തീർച്ചയായിട്ടും ഒരു കൗതുകവും ഒരാഗ്രഹവും ഒക്കെ മനുഷ്യ മനസ്സുകളിലുണ്ടാകും. അത് ഒരു കാര്യം. രണ്ടാമതൊന്ന്, നമ്മുടെ ചെറുപ്പക്കാർ, ഇനിയും ഈ ശുശ്രൂഷയിലേക്ക് വരേണ്ടതായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പേ ഈ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയുന്നത് അവർക്ക് തീർച്ചയായിട്ടും പ്രചോദനമാകും. അപ്പോൾ ആ രീതിയിൽ ഇത് വളരെ ഒരു അനുഗ്രഹമാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മാത്രമല്ല, എനിക്കും ജീവിതത്തിൽ പലരെ കുറിച്ചും അവരുടെ ജീവിതം ഇവിടെ കടന്നുപോയ പലരെ കുറിച്ചും ഡോക്യുമെന്റ് ചെയ്യണമെന്ന് പലപ്പോഴും ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷെ അവര് ഇപ്പൊ ഓർക്കുമ്പോ അത് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നു. അവരുടെ ജീവിതമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എത്ര. അത് സത്യമാണ്. ഞാനും ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇപ്പൊ നമ്മുടെ വല്യപ്പച്ചൻ അല്ലെങ്കിൽ അവരുടെ പിതാവ്, അവരുടെ ഒന്നും ഒരു ഫോട്ടോ പോലും നമ്മുടെ കയ്യിലെങ്ങും ഇല്ല. പഴയ കാലത്തെ ചില ആളുകളുടെ ഈ ശവസംസ്കാര സമയത്തെ ചില ഫോട്ടോകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതിൽ ചില ആളുകളെയൊക്കെ ഇങ്ങനെ, അതെ അതെ, അന്ന് ഈ സംവിധാനങ്ങളൊക്കെ അപൂർവമായിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ മുഖം എങ്ങനെ ഇരുന്ന് കാണും, അവരുടെ സംസാരം എങ്ങനെയായിരുന്നു, അതൊക്കെ അറിയാനുള്ള കൗതുകം ചിലപ്പോൾ ഇങ്ങനെ ഒരു ആശ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും ഈ ഒരു കാലത്ത് നമുക്ക് ഇത്രയും സംവിധാനങ്ങൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ എത്രയോ അനുഗ്രഹമാണ് എന്നുള്ളതാണ്. അതെ, ഓക്കെ. അച്ഛൻ, എൻ്റെ അനുഭവത്തിൽ ദൈവ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബം, നമ്മുടെ ഇടവക, അതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് കാര്യങ്ങളാണ്. അച്ഛൻ്റെ ഒരു കുട്ടിക്കാലം, പഠനം, ഇവ ആത്മീയ വളർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിച്ചു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഒരു 4 ഇടങ്ങളാണ് എന്നെ ഈ ഒരു വിധത്തിൽ രൂപപ്പെടുത്തിയതെന്ന് ഞാൻ പറയും. അതിൽ ഒന്നാമത്തെ സ്ഥാനം ഞാൻ കൊടുക്കുന്നത് എൻ്റെ മാതൃഇടവകയ്ക്കാണ്. അത് മല്ലപ്പള്ളിക്കടുത്തുള്ള പരക്കത്താനം സെന്റ് തോമസ് മാർത്തോമ ഇടവക. രണ്ടാമത് എൻ്റെ കുടുംബം. മൂന്നാമത് ഞാൻ പഠിച്ചതായ സ്ഥാപനങ്ങൾ, സ്കൂള്, കോളേജുകൾ. നാലാമത് ഞാൻ പഠിച്ചതായ സെമിനാരി. അപ്പോൾ ഈ ഒരു 4 ഇടങ്ങളാണ് എന്നെ ശരിക്കും രൂപപ്പെടുത്തിയത്. അതിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഇടവകയെക്കുറിച്ച് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ഓർഡറിൽ തന്നെയാണ് ഞാൻ 1, 2, 3, 4 എന്ന് പറഞ്ഞത്. അതിൽ എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനമായും എൻ്റെ രൂപീകരണത്തിൽ നിർണായക സ്ഥാനം വഹിച്ചത് എൻ്റെ മാതൃഇടവകയാണ്. എൻ്റെ മാതൃഇടവക ഏകദേശം ഒരു 360ഓളം വീട്ടുകാരുള്ള കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട ഒരു പള്ളിയാണ്. ആ ഒരു ദേവാലയത്തിലാണ് എൻ്റെ ശൈശവം, അവിടെ ബാല്യം, കൗമാരം എല്ലാം ഞാൻ അവിടെയാണ് കടന്നത്. അപ്പൊ ആ പള്ളി എനിക്ക് തന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രോത്സാഹനമാണ്, അകമഴിഞ്ഞ പ്രോത്സാഹനം. അത് ചിലപ്പോഴൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്പം കൂടി ഇങ്ങനെ പുറകോട്ട് വലിഞ്ഞു നിൽക്കാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. വളരെ നിർബന്ധപൂർവ്വം എന്നെ ഇങ്ങനെ മുന്നോട്ട് എല്ലാ കാര്യങ്ങൾക്കും കയറ്റി നിർത്തിയ ഒരു പള്ളിയാണ്. നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങൾ ഈ ലോകത്തിനുണ്ട് എന്നൊരു ബോധ്യം എന്നിലേക്ക് പകരുന്നതിന് ആ പള്ളിക്ക് സാധിച്ചു. 2, അവിടെ നിന്ന് എനിക്ക് ഒത്തിരി തിരുത്തലുകൾ ലഭിച്ചിട്ടുണ്ട്, ഒത്തിരി കറക്ഷൻസ്. ഞാൻ നല്ല ഒരു കുസൃതിക്കാരനായിരുന്നു. നല്ലൊരു കുസൃതിക്കാരനും ഒരുപാട് തെറ്റുകൾ എൻ്റെ കയ്യിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓർത്താൽ അയ്യോ ഞാനത് ചെയ്തു പോയല്ലോ എന്ന് തോന്നാമായിരുന്ന കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ എന്നെ കറക്റ്റ് ചെയ്തൊരു സ്ഥലമാണ് എൻ്റെ പള്ളി എന്ന് പറയുന്നത്. വളരെ കൃത്യമായ കറക്ഷൻസ് എനിക്ക് അവിടെ നിന്നുണ്ടായി. വലിയൊരു സ്നേഹവലയം എനിക്ക് അവിടെ ഉണ്ടായി. ബന്ധങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ടായി.
എന്ന് മാത്രമല്ല എൻ്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, എൻ്റെ ഒരു അങ്കിള് അവിടുത്തെ സുവിശേഷകനാണ് പള്ളിയിൽ, ഇപ്പോഴും അദ്ദേഹം അവിടുത്തെ സുവിശേഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം പല പ്രാർത്ഥനകൾക്കും ഹൗസ് വിസിറ്റിനും ഒക്കെ പോകാൻ ലഭിച്ചത് എൻ്റെ പാസ്റ്റൽ മിനിസ്ട്രിയിലേക്ക് എനിക്കൊന്ന് ഒരു ഓറിയന്റേഷൻ കിട്ടുന്നതിന് സഹായമായി. അത് മാത്രമല്ല, ആ പള്ളിയിലെ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, അവര് എനിക്ക് അത് എത്ര പറഞ്ഞാലും പോരാ, അതുപോലെയുള്ള കാര്യങ്ങളാണ്. ആ പള്ളിയിലെ ആളുകൾ എന്നെ പല കാര്യങ്ങൾക്കും ഒരു VBS നടത്താൻ, VBS ഡയറക്ടറായിട്ട് പോകുമ്പോൾ അതിന് വേണ്ട ട്രെയിനിങ്ങും അതിന് വേണ്ട സാമഗ്രികളും എല്ലാം തന്ന് എന്നെ അയച്ചതായിട്ടുള്ള ആളുകളുണ്ട്. അവിടുത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഒന്ന് അവിടുത്തെ സൺഡേ സ്കൂളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വളരെ കുസൃതിക്കാരനായിട്ടൊരു കുട്ടിയായിരുന്നു, വളരെ കുസൃതിയായിരുന്നു, അല്പം ശല്യക്കാരനുമായിരുന്നു. അപ്പോ എന്നാൽ അവിടുത്തെ എൻ്റെ സൺഡേ സ്കൂളിന് ഇച്ചിരി തലവേദനയായിരുന്നു ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിൽ. അപ്പൊ അവര് തീരുമാനിച്ചൊരു കാര്യമുണ്ട്, അവൻ കുഞ്ഞല്ലേ, നമുക്ക് അവനെ നോക്കാം, നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ആ അധ്യാപകരുടെ, എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ഒരു വലിയ ക്ഷമയും സ്നേഹവുമാണ് എന്നെ നിലനിർത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സൺഡേ സ്കൂൾ കോമ്പറ്റീഷനൊക്കെ ആണെങ്കിലും പാട്ടിനും പ്രസംഗത്തിനും ഉപന്യാസത്തിനും എല്ലാം അവര് പ്രോത്സാഹിപ്പിച്ചും നിർബന്ധിച്ചുമൊക്കെയാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോയത്. എൻ്റെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരു സാറിന്റെ യാത്രയപ്പിന്, ഞാൻ അന്നൊരു ജ്യേഷ്ഠവകുപ്പ് വിദ്യാർത്ഥിയാണ്, സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയാണ്. അപ്പം ആ യാത്രയപ്പിന് പ്രസംഗം നടത്തി ഞാൻ അദ്ദേഹത്തിന് ആശംസ അറിയിച്ച് ഇരുന്നപ്പോൾ അദ്ദേഹമാണ് പിന്നെ മറുപടി പ്രസംഗത്തിന് അദ്ദേഹമാണ് വന്നത്. അപ്പൊ അദ്ദേഹമാണ് എന്നോട്, ആ സദസ്സിനോട് ഈ കഥ പറഞ്ഞത്. ഇപ്പോൾ ഇവിടുന്ന് പോയ ഈ ചെറുപ്പക്കാരൻ, അവനൊരു കുഞ്ഞായിരുന്നപ്പോൾ ഈ സൺഡേ സ്കൂളിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഞങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകർ എല്ലാവരും തീരുമാനിച്ചു, അവനെ നമുക്ക് നോക്കാം, അവനൊരു കുഞ്ഞല്ലേ. അപ്പോൾ അപ്പോഴാണ് പൊതുവെ ആ സമൂഹത്തിനും എനിക്കും ഒക്കെ ബോധ്യം വരുന്നത്, അയ്യോ അങ്ങനെ ആയിരുന്നു എന്നത്. അപ്പൊ അവരുടെ ആ ഒരു ക്ഷമാപൂർവമായിട്ടുള്ള ആ ഒരു വലിയ സ്നേഹവും കരുതലും, അതിൽ പലരും മൺമറഞ്ഞു പോയി, പല ആളുകളും ഇപ്പോഴും ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ സൺഡേ സ്കൂൾ പഠിച്ച ആളുകൾ, അവരൊക്കെ എനിക്ക് വലിയ പ്രോത്സാഹനവും സ്നേഹവുമായിരുന്നു. മറ്റൊന്ന്, എന്നെ ആ പള്ളിയിൽ വളരെ എൻ്റെ വളർച്ചയ്ക്കൊക്കെ സഹായിച്ചത് ആ യുവജന സഖ്യമാണ്. യുവജന സഖ്യത്തിന്റെ ഒരു ലൈബ്രറി അവിടെയുണ്ട്, വളരെ നല്ല ഒരു ലൈബ്രറിയാണ്, ധാരാളം പുസ്തകങ്ങൾ ഒക്കെ ഉള്ള ഒരു ലൈബ്രറി. സത്യത്തിൽ ആ ലൈബ്രറി തന്നെയാണ് എന്നെ യുവജന സഖ്യത്തിലേക്കും പള്ളിയിലേക്കും ഒക്കെ ആകർഷിച്ചത്. എനിക്ക് വായന ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എന്നെ വായിക്കാനും പഠിക്കാനും പ്രേരിപ്പിച്ചത് അവിടുത്തെ യുവജന സഖ്യമാണ്. പിന്നെ അവിടുത്തെ യുവജന സഖ്യം കുറച്ചുകൂടെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു പൊതുവേദിയായിരുന്നു. പിന്നീട് ആരാധനയിലുള്ള എൻ്റെ ഒരു താല്പര്യം, എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളും ആരാധനാ സംഗീതം. അപ്പൊ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛൻ എവിടെ നിന്നാണ് മറ്റേതെങ്കിലും സഭയിലെ അച്ഛന് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ, എങ്ങനെയാണ് ഈ താല്പര്യം ഉണ്ടായത്? എന്നാൽ എനിക്ക് ആ താല്പര്യങ്ങളൊക്കെ ലഭിച്ചത് എൻ്റെ പള്ളിയിൽ നിന്ന് തന്നെയാണ്. എന്നാൽ എൻ്റെ പള്ളി അത്ര കണ്ട് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അമിതമായി കൊടുത്തിരുന്ന ഒരു സ്ഥലവുമല്ല. പക്ഷെ അവിടുത്തെ ആളുകൾ പാടുന്നതും ഇപ്പോഴും എൻ്റെ കാതുകളിൽ അലയടിക്കുന്നുണ്ട്. ആളുകൾ കോൺഗ്രിഗേഷനിൽ നിന്ന് ഈ പാട്ടുകൾ പാടുന്ന ചില ആളുകളെ മനസ്സിലുണ്ട്, ചിലരുടെ വ്യത്യസ്തമായ ശബ്ദങ്ങളൊക്കെ. അപ്പോൾ അവിടെയാണ് എനിക്ക് ഈ ആരാധനയോടുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടായത്. അപ്പൊ എന്നെ ആ ഒരു രീതിയിൽ എൻ്റെ പള്ളി വളരെയധികം മോൾഡ് ചെയ്തു, ചിലയിടത്തൊക്കെ നിർബന്ധിച്ചു, പ്രോത്സാഹിപ്പിച്ചു, അവസരങ്ങൾ തന്നു. അത് ഒരു വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഞാൻ തിരുത്തലുകളെ കുറിച്ച് പറഞ്ഞു. ഒരിക്കൽ ഒരു തെറ്റ് ഞങ്ങളുടെ യുവജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായി. അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ ഒരു മുതിർന്ന ആള്, ഞാൻ സത്യം പറയും എന്ന് വിചാരിച്ച് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അങ്ങനെ നടന്നോ എന്ന് ചോദിച്ചു. അപ്പോ എന്റെ കൂട്ടത്തിൽ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്, മനഃപൂർവ്വം ചെയ്തതല്ല, അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷെ ഒരു അല്പം പ്രയാസകരമായ ഒരു സാഹചര്യം ചെറുതായിട്ടുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് എന്റെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററോടായിരുന്ന ആള് എന്നോട് ചോദിച്ചു, പള്ളിയിലെ മുതിർന്ന ആളാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അങ്ങനെ ഉണ്ടായില്ല എന്ന്. അദ്ദേഹം ഒന്നും എന്നോട് മറുപടി പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ഇന്നും പറഞ്ഞിട്ടില്ല, അന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അതെന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന്, അദ്ദേഹം ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല, പക്ഷെ അതൊരു വലിയ കറക്ഷനായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിശബ്ദമായി മനുഷ്യരെ എങ്ങനെ തിരുത്താം എന്നുള്ള ഒരു വലിയ, അപ്പൊ അത്തരം ഒത്തിരി ഓർമ്മകളും അനുഭവങ്ങളും എനിക്ക് എന്റെ പള്ളി. രണ്ടാമത്തെ ഇടം എന്ന് പറയുന്നത് എന്റെ വീടാണ്.
എന്നെ ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വല്യമ്മച്ചിയാണ്. ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് വളർന്നത്. എൻ്റെ മാതാപിതാക്കള് ജോലി സംബന്ധമായ ആവശ്യത്തിന് അവര് മുംബൈയിലായിരുന്നു. എനിക്കൊരു സഹോദരിയാണുള്ളത്. എൻ്റെ മാതാപിതാക്കള് സഹോദരിയും മുംബൈയിൽ താമസിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ മാതാപിതാക്കളോടും അമ്മയുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയോടും കൂടിയാണ് താമസിച്ചത്. അപ്പം എൻ്റെ വല്യമ്മച്ചി, വല്യപ്പച്ചൻ, ഈ പേരമ്മ, അവരാണ് എന്നെ വളർത്തിയത്. അവര് കുറച്ചുകൂടി ഒരു സീനിയർ തലമുറയാണ്. എൻ്റെ വല്യമ്മച്ചി ഒരു 3 വർഷം മുമ്പ് 100ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അപ്പൊ അത്രത്തോളം പ്രായമുള്ള ആളുകളായിരുന്നു. വലിയ വിദ്യാഭ്യാസപരമായിട്ടൊന്നും ആയിട്ടൊന്നും ഉണ്ടായിരുന്ന ആളുകളല്ല. സാധാരണ കൃഷിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പുല്ല് പറിച്ചും പശുവിനെ വളർത്തിയും ചെറിയ കൃഷികളൊക്കെ ചെയ്തും ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബമാണ്. എന്നാല് അതെ ഒരു നാട്ടിൻ. എന്നാല് എന്റെ വല്യപ്പച്ചനൊരു ശാന്തനായ മനുഷ്യനായിരുന്നു. ഒരു സൺഡേ സ്കൂൾ അധ്യാപകനൊക്കെ ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തീരെ വളരെ ശാന്തനായിരുന്നു. എന്നാൽ എന്റെ വല്യമ്മച്ചി കുറച്ചുകൂടി ഒരു ഹൈപ്പറായിരുന്നു. അല്പം കൂടെ വിശ്വാസത്തിലൊക്കെ വലിയ തീഷ്ണതയുള്ള ഒരാളുമായിരുന്നു. അപ്പൊ എന്റെ വല്യമ്മച്ചിയാണ് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പള്ളിയിലേക്ക് എന്നെ വളരെ നിർബന്ധപൂർവ്വം അമ്മച്ചി പിടിച്ചു വലിച്ച്, ഞാൻ പറഞ്ഞില്ല, സ്വാഭാവികമായിട്ടൊരു അല്പം കുസൃതിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. പള്ളിയിൽ പോകാനൊക്കെ ഉള്ള ഒരു മടിയൊക്കെ കൊച്ചിലേ ഉണ്ടായിരുന്നു. എന്നെ വളരെ നിർബന്ധപൂർവ്വം ഈ പിടിച്ചു വലിച്ച് ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന അമ്മച്ചി. അപ്പൊ അവരുടെ ഒരു ശിക്ഷണം, ഒരു പ്രാർത്ഥനാ ജീവിതം, അത് വളരെ പ്രധാനമായിരുന്നു. അവരുടെ ശിക്ഷണം കുറച്ചുകൂടെ എൻ്റെ മാതാപിതാക്കളെക്കാളും കൂടുതൽ എന്നെ അടിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ വല്യമ്മച്ചിയൊക്കെ തന്നെയാണ്. അപ്പോൾ അവര് നിരന്തരമായിട്ട് പള്ളിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരുന്നു. വലിയ നേതൃത്വ സ്ഥാനത്തിലല്ല, എന്നാൽ പ്രാർത്ഥനകളിലെ, പള്ളി ആരാധനകളിലെ പങ്കെടുക്കാൻ അതെ അതില് അവർ വളരെ സജീവമായിരുന്നു. അവർ ഈ പഴയ ഈ മാമനുപദേശിയുടെ ഒക്കെ കാലത്ത് വളർന്നു വന്ന അവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ കൺവെൻഷൻ യോഗങ്ങൾ, അപ്പൊ അവരിങ്ങനെ പോവുകയും എന്നെ ഒപ്പം കൂടെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്നെ വളരെയധികം സ്വാധീനിക്കുകയും, ആ വല്യമ്മച്ചി വളരെ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരാളായിരുന്നു. രാത്രിയിൽ പോലും ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പൊ അത് എന്നെ വളരെയധികം സ്വാധീനിക്കുകയും മോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചില നിർബന്ധങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പ്രാർത്ഥന കാര്യങ്ങൾ കൃത്യമായി രാവിലെ എഴുന്നേൽക്കണം. അത് രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് ആ സമീപ വീടുകളൊക്കെ എഴുന്നേൽക്കുന്നതിന് അല്പം കൂടെ നേരത്തെ എഴുന്നേൽക്കും. ഞങ്ങൾക്ക് ഈ പശുവൊക്കെ ഉള്ളത് കൊണ്ട് രാവിലെ അതിനെ ശുശ്രൂഷിച്ച് കറന്നിട്ട് വേണം കാര്യങ്ങൾ തുടങ്ങാൻ. അപ്പൊ ക്ലോക്ക് ഒരു 15 മിനിറ്റ് മുമ്പോട്ടായിരിക്കും. അപ്പോ ആ ഒരു സമയത്ത് വെളുപ്പിനെ ആദ്യം പ്രാർത്ഥനയോടുകൂടി എല്ലാ കിടക്കപ്പായെന്ന് തന്നെ പ്രാർത്ഥനയിലേട്ടാ വരുന്നത്. അപ്പൊ അവിടെ തൊട്ടാണ് ആരംഭിക്കുന്നത്. വൈകുന്നേരം പ്രാർത്ഥിച്ച്, അന്ന് ഈ TV സംവിധാനങ്ങളൊന്നും വീട്ടിലില്ല. എന്റെ വീട്ടിലൊക്കെ TV വന്നിട്ട് അധികം ഞാൻ സെമിനാരിയിലേക്ക് പോകുന്ന സമയത്തൊക്കെയാണ് വീട്ടിലൊരു TV ഉണ്ടാകും. ഞങ്ങൾ അയൽവക്കത്തൊക്കെ പോയാണ് ഈ TV പോലുള്ള മാധ്യമങ്ങൾ പോലും ഉണ്ടാകുന്നത്. അപ്പൊ വീട്ടിൽ അങ്ങനെ എന്റർടൈൻമെന്റിന്റെ പ്രത്യേക സാഹചര്യമൊന്നും ഇല്ല. അതുകൊണ്ട് വൈകിട്ടത്തെ പ്രാർത്ഥന, അത്താഴം, അതോടെ ആണ് കിടപ്പ്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം വീട്ടിൽ നിരന്തരമായിട്ടുണ്ടായിരുന്നു. ആ കാലത്തെ ചെറുപ്പക്കാർക്കും നമ്മുടെ കൂട്ടുകാർക്കും ഒക്കെ അനുവദനീയമായ പല കാര്യങ്ങളും നമുക്ക് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു കലാപരിപാടിക്ക് പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടുകൂടി പോകണം. പക്ഷെ അതൊക്കെ വളരെ നിർബന്ധവും ചിട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ശിക്ഷണം, ഭവനാന്തരീക്ഷം എന്നെ ഒത്തിരി അതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു ഇടം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഇടം ഞാൻ പഠിച്ച സ്ഥലങ്ങളാണ്. ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചത് ഒരു മാത്തമ്മ LP സ്കൂളിലാണ്. അവിടെ കുറിച്ച് എനിക്ക് അത്രയും ഒരു ഓർമ്മകളുണ്ട്. എന്നാൽ സ്പിരിച്വൽ ഒരു സ്പിരിച്വൽ ഗ്രോത്തിനെ സംബന്ധിച്ച് അത്രയും ഒരു ഓർമ്മയില്ല. എന്നാൽ ഞാൻ 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചത് മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിന് പല പ്രത്യേകതകളുണ്ട്. അപ്പൊ അതിലൊന്ന് അവിടുത്തെ ഒരു ആത്മീയ അന്തരീക്ഷവും ഒരു ആത്മീയ ശിക്ഷണമാണ്. ഇവിടുത്തെ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുക. പിന്നെ അവിടുത്തെ അധ്യാപകരുടെ ഒരു ഇടപെടലാണെങ്കിലും അവരെല്ലാം വളരെ സമർപ്പിതരായിട്ടുള്ള ഒരു തലമുറയ്ക്ക് മുമ്പുള്ള അധ്യാപകർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു അഭ്യസനം, സ്കൂളിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ വേദപാഠ ക്ലാസ്സും പരീക്ഷയും ഒക്കെ ഉള്ള ഒരു സാഹചര്യം, ആ ഒരു CSI സഭയുടെ സ്കൂളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ സ്കൂള് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിലൊക്കെ ഉച്ചയ്ക്കാണെങ്കിൽ ഒരു മീറ്റിംഗ്, ഇപ്പൊ അങ്ങനെയുള്ള മീറ്റിംഗ് ഒക്കെ ഉണ്ടോന്ന് അറിയത്തില്ല, ISCF എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മീറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അത് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞാനൊരു വൈദികനായ ശേഷം മെജോറിറ്റി ക്രിസ്ത്യൻസ് അതെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും കുറച്ചുകൂടെ ഒരു സൗഹാർദ്ദപൂർവ്വമായിട്ട് മുന്നോട്ട് പോയിരുന്നൊരു കാലമാണ്.
അപ്പം ഞാനൊരു വൈദികനായ ശേഷം ആദ്യം അങ്ങനെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ ആ സ്കൂളിലെ ഇതുപോലൊരു കുട്ടികളുടെ മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ടാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകർ എന്നെ അവിടേക്ക് വിളിച്ച് ആദ്യമായി ഞാൻ ഒരു വൈദികനായി ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കുന്നതും ആ സ്കൂളിലാണ്. അപ്പം ആ സ്കൂള് ഒരു വലിയ സ്വാധീനം. അധ്യാപകർ ഇപ്പോഴും വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകർ അവിടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുകയും കറക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന. ഇപ്പൊ ഞാൻ ഓർക്കും, ഏതെങ്കിലും ഒരു മല്ലപ്പള്ളി വിട്ട് പുറത്തോട്ട് പോയാൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ ചോദിക്കും നീ ഇന്നലെ എവിടെ പോയി എന്നുള്ളത്. ആ ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. ഇന്ന് എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. പക്ഷെ അന്ന് അവരെ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം എടുക്കുമായിരുന്നു. നീ ഇന്നലെ എവിടെ ആയിരുന്നു, നിന്നെ ഞാൻ ഇന്നിടത്ത് കണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ വീട്ടിൽ ഉത്തരം കൊടുക്കുന്നത് പോലെ ഉത്തരം, ആ ഒരു രീതിയിലൊരു വലിയ ഒരു അനുഭവമായിരുന്നു അവിടെ. അതിനുശേഷം ഞാൻ പഠിച്ചത് തുരുത്തിക്കാട് BA കോളേജിലാണ് ഡിഗ്രിക്ക് വേണ്ടി പോയത്. അവിടെയും ഈ പറഞ്ഞതുപോലെ നല്ലൊരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒരു ചാപ്പൽ ഉണ്ട്. അപ്പോൾ ആ ചാപ്പലിലെ പ്രയർ സെല്ലിന്റെ ഒരു ചുമതല വഹിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ ചാപ്പലിൽ എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥനകളുണ്ട്. അപ്പൊ അവിടെ അധ്യാപകർ വന്ന് പ്രസംഗിക്കും, അധ്യാപകർ പലരും. അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ ആയിരുന്ന ഒരു ഡോക്ടർ MN ജോർജ് എന്ന് പറയുന്ന സാറ് ഇരുവരൂർ മാർത്തോമ ഇടവകമാണ്. പിന്നെ അതുപോലെ പരേതനായ MV ജോർജസിന്റെ കൊച്ചമ്മ, സൂസൻ കൊച്ചമ്മ, അവരൊക്കെ ഉൾപ്പെടെയുള്ള അധ്യാപകർ, ധാരാളം അധ്യാപകർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒക്കെ മാറി മാറി പ്രസംഗിക്കും. ഈ MN ജോർജ് സാറൊക്കെ ആണെങ്കിൽ രാവിലത്തെ സർവീസിന്, ചാപ്പൽ സർവീസിന് ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരൊക്കെ കാണത്തുള്ളൂ, 2-3 പേര്. പക്ഷെ സാറ് വളരെ ധൃതി വെച്ച് വണ്ടി ഓടിച്ചു വന്ന് ആ ചാപ്പലിൽ വന്ന് ഞങ്ങളോട് ദൈവവചനം സംസാരിക്കാനൊക്കെ ഒരു അവസരം ഞാനിപ്പോഴും ഓർക്കുന്നു. എൻ്റെ മുമ്പിലും പിൻപിലും ഒപ്പമായിട്ടൊക്കെ പഠിച്ച പലരും പല സഭകളിലെയും വൈദികരായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചാപ്പലിൽ ആരാധനയെ സംബന്ധിച്ച് അപ്പോൾ അവിടെ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കടന്നു പോകുന്നത് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലായിരുന്നു. അവിടെയും ഈ വിധത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ പങ്കെടുക്കാനായിട്ടൊക്കെ ഉള്ളൊരു അവസരം. അപ്പൊ ഈ കലാലയങ്ങളൊക്കെ അവിടുത്തെ ആത്മീയ അന്തരീക്ഷങ്ങൾ, അവിടുത്തെ സൗഹൃദം, അതൊക്കെ ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതെ, ഞാൻ കൊമേഴ്സ് ആണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ സെമിനാരി പഠനത്തിനായിട്ട് പോകുന്നത് ബാംഗ്ലൂർ UTC ആണ്. UTC എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു എക്യുമെനിക്കൽ ഔട്ട്ലുക്ക് ഉള്ള ഒരു സ്ഥലമാണ്. വളരെ ഏതാണ്ട് 100-ലധികം വർഷങ്ങളായി ഞാൻ പ്രവേശിക്കുമ്പോൾ തന്നെ 100ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ മാർത്തോമ സഭയുടെ ഈ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് മാർത്തോമ സഭയുടെ അന്നത്തെ സെലക്ഷൻ ഇപ്പോ ഓരോ കാലഘട്ടത്തിലും പ്രോസസ്സിന് അല്പമായ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ സമയത്ത് താരകയിൽ ഇങ്ങനെ പരസ്യം വരും, സഭാ ശുശ്രൂഷയ്ക്കായി പോകാനായി താല്പര്യമുള്ളവർ നിന്ന് അപേക്ഷ ക്ഷണിക്കും. നമ്മുടെ വികാരി അച്ഛനാണ് നമുക്ക് വേണ്ടിയുള്ള അപേക്ഷ വാങ്ങേണ്ടത്. വികാരി അച്ഛന്റെ ശുപാർശ അനുസരിച്ചാണ് നമുക്ക് അപേക്ഷ ലഭിക്കുന്നത്. വികാരി അച്ഛനാണ് അപേക്ഷ വരുന്നത്. അതിനുശേഷം നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഒരു 3 വിഷയത്തിലുള്ള പരീക്ഷ നമുക്കുണ്ട്. അത് ഇംഗ്ലീഷ്, ബൈബിൾ നോളജ്, ജനറൽ നോളജ്. അപ്പൊ ആ പരീക്ഷകൾ പാസ്സാകുന്നവർക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂടെ പാസ്സാകുമ്പോഴാണ് നമ്മുടെ സെലക്ഷന്റെ ആദ്യത്തെ ഒരു ഘട്ടം കഴിയും. അതിനുശേഷം നമ്മളൊരു 3 മാസത്തെ പ്രാക്ടിക്കലിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് നിയോഗിക്കും. അപ്പൊ ആ 3 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു ഇന്റർവ്യൂ. അതിനുശേഷം അത് ഓരോരുത്തരെയും അസൈൻ ചെയ്തിരിക്കുന്ന സെമിനാരിയിലേക്ക് പഠനത്തിന് വേണ്ടി പോവുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സമയത്ത്. എന്നാൽ ഇപ്പോൾ അതിലൊക്കെ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ MCOM പഠനം പൂർത്തിയാക്കി. എൻ്റെ അവസാന സെമസ്റ്ററിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ 2008 ജൂലൈയിൽ തന്നെ ഞാൻ ഇതിനു വേണ്ടി അപേക്ഷിച്ചു. 2008 ഒക്ടോബർ നവംബർ ആ സമയത്തായിരുന്നു ഞങ്ങളുടെ സെലക്ഷൻ ഇന്റർവ്യൂ. അതൊക്കെ പാസ്സായി ദൈവകൃപയാലെ UTCയിലേക്ക് പ്രവേശനം ലഭിച്ചു. ആദ്യത്തെ 3 മാസം 2009 ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ ഒരു 3 മാസത്തെ പരിശീലനത്തിന് വേണ്ടി നമ്മുടെ ചെട്ട്പെട്ട് മാർത്തോമ ഇടവകയുടെ ഒരു മിഷൻ ഫീൽഡുണ്ട്, ശ്രീപരമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഒരു 3 മാസം ഞങ്ങളുടെ പ്രാക്ടിക്കൽ വർക്ക്. അതിനുശേഷം ആ ജൂൺ മുതൽ UTCയിലെ വിദ്യാർത്ഥിയായിട്ട്. രാജീവ് ഗാന്ധിയുടെ അതെ, രാജീവ് ഗാന്ധി മരണപ്പെട്ട ആ സ്ഥലമാണ്. അങ്ങനെ അവിടെയുള്ള വികാരി അച്ഛന്മാര് തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും അവര് അതിപ്രഗത്ഭന്മാര് എന്ന് അന്നത്തെ പേരൊന്നും ഇല്ലാതിരുന്ന, എന്നാൽ വളരെ അനുഗ്രഹീതമായി മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് എന്നെ മാമോദിസ മുക്കുന്നത് കാലയവനികളിൽ ഉള്ളിൽ മറിഞ്ഞ CB ജോർജ് അച്ഛനാണ്, കോഴഞ്ചേരി. അച്ഛനെ എനിക്ക് അത്ര ചില ശുശ്രൂഷാകാലം ഓർമ്മയില്ല, എന്നാൽ പിന്നീട് അച്ഛനുമായിട്ട് നല്ല സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു.
അച്ഛന്റെ ശുശ്രൂഷാകാലം കഴിഞ്ഞ് ജി യോഹന്നാൻ അച്ഛൻ കല്ലട അച്ഛനാണ് ഞങ്ങളുടെ ഇടവക വികാരിയായിട്ട് വരുന്നത്. അപ്പൊ അച്ഛനെയാണ് എന്റെ മനസ്സിൽ ഓർമ്മയുള്ള ആദ്യത്തെ അച്ഛൻ. അപ്പോ അദ്ദേഹം നടന്നു പോകുന്നതും, അദ്ദേഹത്തിന് അന്ന് വാഹനം ഇല്ല, എന്റെ തീരെ കുഞ്ഞിലെ അദ്ദേഹത്തിന്റെ ഈ കുപ്പായം ഇങ്ങനെ കാറ്റത്ത് പറന്ന് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നത്, അദ്ദേഹം കാപ്പയിട്ട് കുർബാന ചൊല്ലുന്നത്, ഈ ഒരു ഇതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ യോഹന്നാനച്ഛന് അവര് മരിച്ചുപോയി, യോഹന്നാനച്ഛനും മരണപ്പെട്ടു. അതിനുശേഷം ടി എ കുര്യൻ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഇപ്പോഴും നല്ല സ്നേഹവും കരുതലും ഒക്കെ പുലർത്തുന്ന ഒരു അച്ഛനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ശുശ്രൂഷ, വളരെ ശാന്തമായ ഇടപെടലുകളെ, അത് വളരെ അനുഗ്രഹമായിരുന്നു. അതിനുശേഷം അച്ഛൻകുഞ്ഞ് മാത്യു അച്ഛൻ ഇപ്പോഴും ആരോഗ്യത്തോടും ഉണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ഓടി നടന്ന് സിസ് പാരിഷ് മിനിസ്റ്ററി ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വണ്ടിയുടെ നമ്പർ പോലും ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ വിധത്തിൽ സജീവമായിട്ട് നിറഞ്ഞു നിന്ന ഒരാളാണ്. ഇപ്പോഴും വളരെ പ്രോത്സാഹനം നൽകുന്ന അച്ഛൻ. അതിനുശേഷം ജോയി എൻ ജോർജ് എന്ന് പറഞ്ഞ അച്ഛന് 2 വർഷം മാത്രമേ ഇടവയിൽ ശുശ്രൂഷ ചെയ്തുള്ളൂ. ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ആള് തന്നെയായിരുന്നു. ഓരോ ആളുകളെയും അറിഞ്ഞ് വളരെ ശാന്തമായ നല്ല ഗംഭീരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരച്ഛനായിരുന്നു. അദ്ദേഹവും മരണപ്പെട്ടു. അതിനുശേഷം ജോർജ് ജോൺ അച്ഛൻ കുമ്പനാട് അച്ഛനായിരുന്നു ഞങ്ങളുടെ വികാരി. 2 വർഷം വളരെ സന്തോഷമായിട്ട്, വളരെ അനുഗ്രഹമായിരുന്നു. അച്ഛന്റെ പിതൃതുല്യമായ സ്നേഹവും വാത്സല്യവും ഒക്കെ അച്ഛനിൽ നിന്ന് ലഭിച്ചു. അച്ഛന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും ഇപ്പോൾ അതുപോലെ അച്ഛന്റെ മോനെ ഒരച്ഛനാണ്. അപ്പം ഒരു അച്ഛൻകുഞ്ഞ് മാത്യുച്ചന്റെ മകനും അവരൊക്കെ അച്ഛന്മാരാണ്. അവരുടെ നിന്നൊക്കെ വലിയ സൗഹൃദം ഇപ്പോഴും, ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു കാര്യം. ജോർജ് ഓണത്തിന് ശേഷം വരുന്നത് എം മത്തായച്ചനാണ്. മത്തായച്ചൻ റാന്നി. അച്ഛന്റെ ശുശ്രൂഷാകാലത്താണ് ഞാൻ സെമിനാരി വിദ്യാർത്ഥിയായിട്ട് പോകുന്നത്. അത് വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷാകാലമായിരുന്നു അച്ഛനെ വളരെ ശാന്തമായിട്ടാണ്, എന്നാൽ കാര്യങ്ങളൊക്കെ വളരെ ആഴത്തിൽ ഉൾക്കൊണ്ട് നിന്ന ഒരാളാണ്. എൻ്റെ പുറകിൽ ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഞാൻ ഇതിന് തന്നെയാണോ പോകേണ്ടത് എന്നതിനൊക്കെ ഒരു സന്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ എൻ്റെ പുറകിൽ പാറ പോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് സന്തോഷം. എന്നാൽ അദ്ദേഹം വലിയ വാചകങ്ങളൊന്നും പറയുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. വളരെ മിതമായ സംഭാഷണങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു പിന്തുണ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു വലിയ പിന്തുണ എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ശുശ്രൂഷയിലേക്ക് പോകുന്നത്. പിന്നീട് വന്നത് എം ബി ജോർജ് അച്ഛനാണ്. അച്ഛന് ഒരു അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. അപ്പം ആ കാലഘട്ടത്തിന് ശേഷം ഡോക്ടർ പി ടി ജേക്കബ് അച്ഛൻ വികാരിയായിരുന്ന സമയത്താണ് ഞാൻ സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോട്ടയത്ത് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഇത്രയും വികാരിമാര് എന്റെ കൃത്യമായ ഓർഡറിൽ എനിക്ക് അവരെ ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെല്ലാവരും വലിയ സ്നേഹവും കരുതലും ഒക്കെ നൽകിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ അച്ഛനല്ലാതെ വേറെ ആരെങ്കിലും ഇടവകയെന്ന് ഇതിലേക്ക് വന്നിട്ടുണ്ട്? എന്റെ പള്ളിയിൽ നിന്ന് 4 അച്ഛന്മാര് ഇപ്പോൾ ഉണ്ട്. അതില് ഡോക്ടർ കെ വി മാത്യു അച്ഛൻ, സഭയുടെ മുൻ സെക്രട്ടറിയും വൈദിക സെമിനാരി പ്രിൻസിപ്പലും ഒക്കെ ആയിരുന്ന ഡോക്ടർ കെ വി മാത്യു അച്ഛൻ ഇപ്പോൾ കോട്ടയത്ത് താമസിക്കുന്നു. നല്ല പ്രായമായിട്ടുണ്ട്. അതുപോലെ ടി ഐ മാത്യു അച്ഛനും ഇപ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച് ഞങ്ങളുടെ നാട്ടിൽ തന്നെ അദ്ദേഹം താമസിക്കുന്നു. സഭയിൽ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്തൊരു അച്ഛനാണ്. അതിനുശേഷം ജോൺ മത്തായച്ചൻ DSMCയുടെ മുൻ ഡയറക്ടർ ആയിരുന്ന അച്ഛന് ഇപ്പോൾ മല്ലപ്പള്ളിയിൽ തന്നെ അദ്ദേഹം മല്ലപ്പള്ളി സെഹിയോൻ ഇടവയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതിനുശേഷം 4ാമത് ആണ് ഞാൻ വരുന്നത്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ്. ഏതാണ്ട് ജോൺ മത്തായച്ചൻ 1990-കളിൽ ഞാൻ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനായതാണ്. അതിനുശേഷം ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞാൻ വൈദിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത്. സത്യത്തിൽ മെമ്പർഷിപ്പ് ഒക്കെ അനുസരിച്ച് കുറച്ചുകൂടെ ആളുകൾ അതിനകത്ത് വരേണ്ടതാണ്. അതിന് പേരൊക്കെ വരാനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. എങ്ങനെയോ സാധിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ആളുകളില്ലാഞ്ഞിട്ടല്ല, കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. വളരെ വളരെ മുമ്പേ ഉള്ള ആളുകളാണ്. അപ്പം പിന്നെ അതിനുശേഷം ഞാനാണ് വരുന്നത്. ഇപ്പം ഒരാള് വൈദിക വിദ്യാഭ്യാസം ഈ വർഷം പഠിച്ചു പൂർത്തിയായി. ആദ്യത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. 2ാമത്തെ എപ്പിസോഡ് അച്ഛൻ്റെ സെമിനാരി പഠനവും അതിലൂടെ ലഭിച്ച ആത്മീയ വളർച്ചയെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യോത്തര വേളയുമാണ്. ശനിയാഴ്ച പുറത്തിറങ്ങുന്ന 2ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. വൈദിക വിദ്യാഭ്യാസത്തിനായി UTCയിലേക്കാണ് പോയത്. വളരെ അനുഗ്രഹീതമായ ഒരു അനുഭവമായിരുന്നു അത്.
ഞാൻ എപ്പോഴും പറയും, അവിടെ പ്രവേശിച്ച ഞാനല്ല അവിടെ നിന്ന് ഇറങ്ങിയത്. പുറത്തിറങ്ങി. 4ാമത്തെ വർഷം നാഗ്പൂര് CNI ഡയസിസിലേക്കാണ് പോയത്. അവിടെയും ഈ ചവറ് കൂനയിൽ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യരെ, അവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ കൊണ്ട്, അപ്പോൾ അത് ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ തന്നെ നമ്മുടെ ചിന്താഗതികളെയും മനുഷ്യ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ വീക്ഷണത്തെക്കുറിച്ചും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ പഠനം നമ്മോട് എന്നെ പഠിപ്പിച്ചൊരു കാര്യം വരികൾക്കിടയിലൂടെ വായിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഉദാഹരണം, ഇപ്പൊ കർത്താവിന്റെ അടുക്കൽ ഒരാൾ വരുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ സത്യത്തിൽ സെമിനാരി നൽകിയ ഒരു ഉൾക്കാഴ്ച അവിടെയാണ് കിടക്കുന്നത്. അപ്പം എഴുതിയിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ, പക്ഷെ നീ എങ്ങനെ വായിക്കുന്നു? സാധാരണ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവെ, ഒരു സന്ധ്യയാവുമ്പോൾ ഇന്ന് പകൽ അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടല്ലോ, എങ്കിലും എന്നെ നീ സംരക്ഷിച്ചല്ലോ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ഒരു സെമിനാരി പഠന സമയത്താണ് അതിൽ ഇച്ചിരി പ്രശ്നമില്ലേ എന്ന് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിൽ തന്നെ ഇപ്പൊ നടക്കുന്ന ചില യുദ്ധങ്ങളെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി വേദവാക്യങ്ങളെയൊക്കെ മിസ്കോട്ട് ചെയ്യുന്നു ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ വളരെ വേദന കാര്യത്തിൽ തോന്നാറുണ്ട്. ലേമേനെ സംബന്ധിച്ചോളം അവർ ഒരിക്കലും ഇതിനെ ആ ഒരു എന്ത് ഡെപ്തിൽ ഇത് അപ്പൊ അച്ഛൻ ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു ഡെപ്തിലൊന്നും ഞങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ ഒരു പക്ഷെ പറ്റിയെന്നിരിക്കില്ല. ഇത്രയും ലെവലിൽ വരെ അത് ഉൾക്കൊള്ളണം. അങ്ങനെയില്ല. എല്ലാവരും അത് ഉൾക്കൊള്ളേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണമെന്നുള്ളത് പറയാറുണ്ട്. ദൈവം ചിലപ്പം നമ്മുടെ തോളിലൊരു ഭാരമുണ്ട്, വലിയ ഭാരമായിട്ട് തോന്നുന്നു. ചിലപ്പോൾ നമ്മുടെ തോളിലെ ഭാരം ദൈവം മാറ്റിയെന്ന് വരാം, അല്ലെങ്കിൽ ആ ഭാരം ചുമക്കാനുള്ള കരുത്ത് നമ്മുടെ തോളിനെ തരുന്നു വരാം. അപ്പൊ ഇത് രണ്ടും ഉത്തരമാണ്. വിശ്വാസത്തിന്റെ ഒരു ഡെഫിനിഷൻ, വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ അത് ഇത്തിരി ഒറ്റ വാക്കിൽ പറയാനാകുമോ എന്നെനിക്ക് അറിയില്ല. എന്തായാലും എൻ്റെ ഉള്ളിലുള്ള ആഴമായ ബോധ്യമാണ് വിശ്വാസം എന്നുള്ളത്. സെമിനാരിയിൽ പഠനം എന്ന് പറയുന്നത് കേവലം ഒരു അക്കാഡമിക് ഇത് മാത്രമല്ല, നമ്മുടെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ നടക്കുന്നു. ഒരു ഫോർമേഷൻ, മോൾഡിങ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയാം, ഈ പട്ടക്കാരും പട്ടാളക്കാരും അതിൽ ഒരു ലായുടെ കുറവേ പട്ടക്കാർക്കുള്ളെന്ന് ഞാൻ പറയും. അപ്പൊ അത്രയും ഒരു വിഗറസ് ആയിട്ടല്ലെങ്കിലും ഏകദേശം അതുപോലൊക്കെ ഒരു ചെറിയ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് സെമിനാരിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നത്. ദൈവത്തിലേക്കുള്ള ദൂരം ഞാൻ പറയും, എൻ്റെ ഒരു ടേംസിൽ പറഞ്ഞാൽ മറ്റുള്ള ഒരാളിലേക്കുള്ള നമ്മുടെ ദൂരം അനുസരിച്ചാണ്. മറ്റു മനുഷ്യരിൽ നിന്നുള്ള നമ്മുടെ ദൂരം എത്രയാണ്, അതനുസരിച്ച് മാത്രമേ ദൈവവുമായിട്ടുള്ള നമ്മുടെ ദൂരം അളക്കാൻ പറ്റൂ. ഞാൻ ഇപ്പം മനുഷ്യരോടെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കുറച്ചുകൂടെ ഇച്ചിരൂടെ ഒരു വെളിച്ചം പറയേണ്ടതായിട്ടുണ്ട്. മനുഷ്യരോട് മാത്രമല്ല. അതുകൊണ്ടാണ് ഈ വയൽ പൂക്കളെയും കൊച്ചു പൂക്കളെയും കടുകുമണിയെയും ഒക്കെ ശ്രദ്ധിക്കാനും മാത്രം അവരുടെ കൂടെ പ്രിയപ്പെട്ടവനായിരുന്നു കർത്താവ്. കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിക്കുമ്പോൾ അവരുടെ കൂടെ പ്രിയപ്പെട്ടവനായിരുന്നു. ജീവിത ലക്ഷ്യം ബിഫോർ ആൻഡ് ആഫ്റ്റർ, ജീവിത ലക്ഷ്യം കർത്താവിനെ സേവിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ, ദൈവത്തെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കുക. അതിനുവേണ്ടി വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ ദൈവം എന്നെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു അത് പൂർത്തീകരിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുക. നമ്മുടെ സക്രിയ പുരോഹിതന്റെ ജീവിതത്തെ വർണ്ണിക്കുന്ന ഭാഗത്ത് അതിന്റെ ഏറ്റവും അവസാനം ഇങ്ങനെ പറയുന്നു, അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി എന്നുള്ള. സെമിനാരി ജീവിതം കൊണ്ട് വന്ന ഏറ്റവും വലിയ മാറ്റം, ഒന്ന് മനുഷ്യന്റെ പ്രശ്നങ്ങളോടുള്ള എൻ്റെ സമീപനം. ഒരു കാര്യം നഷ്ടപ്പെട്ടു, ഒരു കാര്യം ലഭിച്ചു. നഷ്ടപ്പെട്ടതായിട്ട് അതൊരു എനിക്ക് ഉത്തരം പറയാനായിട്ട് ഒത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാലും ഒരുപക്ഷെ ഇങ്ങനെ പറയാതിരിക്കും, മറ്റ് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് ഇഷ്ടമുള്ള വിധത്തിൽ ജീവിക്കാമായിരുന്ന ഒരു ഒരു ഇതൊക്കെ മാറി കുറച്ചുകൂടെ എന്താണ് ഒരു അച്ചടക്കം പാലിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു. പേഴ്സണൽ സ്റ്റോറിയെക്കാളും വലിയ സ്റ്റോറികളാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റിയത്. ഐ എം സോ ഹാപ്പി.